പറഞ്ഞാൽ ഈ വിമർശനങ്ങൾക്ക് ഒടുവിലും ഇത്രയും നല്ലൊരു വിജയമാണ് കാഴ്ചവെച്ചത്. അപ്പോൾ ശരിക്കും റിയൽ ലൈഫിലൊരു ഹീറോ ആയിട്ട് തന്നെയാണ് അച്ഛനിപ്പോൾ ആൾക്കാർ കാണുന്നത്. കാരണം നമ്മൾ പല ഹീറോയിസം എന്ന് പറയുന്ന ഒരു സാധനമല്ല. അച്ഛൻ എപ്പോഴും അച്ഛൻ്റെ നാട്ടുകാർക്ക് വേണ്ടി തന്നെ വർഷങ്ങളായിട്ട് പ്രവർത്തിക്കുന്ന ഒരു മനുഷ്യനാണ്. അത് എത്ര ആൾക്കാർ വിമർശിച്ചാലും വീണ്ടും അച്ഛൻ അത് തന്നെ തുടർന്നുകൊണ്ടിരിക്കും. ഇപ്പോൾ വിജയം വന്നത് എനിക്ക് പേഴ്സണലി ഇത് വലിയൊരു അതിശയം തന്നെയാണ്. പക്ഷെ അത് ആയി. അപ്പോൾ ഇനി അച്ഛൻ എഴുതുന്നതിനെക്കാട്ടിലും അച്ഛൻ ഇനിയും നന്നായിട്ട് പ്രവർത്തിക്കാൻ പറ്റട്ടെ, അതിനുള്ളൊരു അവസരമാണിത്. 5 വർഷത്തിൽ അച്ഛൻ്റെ വർക്ക് എന്താണെന്ന് മനുഷ്യർ ജനങ്ങളും നിങ്ങളെല്ലാവരും തന്നെ കണ്ട് അതിനനുസരിച്ച് പിന്നെ അങ്ങോട്ട് ചിന്തിച്ചാൽ മതി. ഇപ്പം ഉള്ളൊരു അടുത്ത വർഷങ്ങളെന്ന് പറയുന്നത് അച്ഛൻ്റെ തന്നെ എന്താ പറയുക, അച്ഛന് ചെയ്യേണ്ട കാര്യങ്ങൾ കാണിച്ചു തരാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് നിങ്ങൾ കണ്ട് അതിനൊരു ഓപ്പർച്യൂണിറ്റി കൊടുത്താൽ മതി. ഈ തൃശ്ശൂരിന് വേണ്ടി മാത്രമല്ലല്ലോ, ഈ കേരളം ഒട്ടാകെയുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് അച്ഛൻ നിൽക്കുന്നത്. അപ്പോൾ ആ വികസനത്തിലൊക്കെ എന്തെങ്കിലും പ്രതീക്ഷയുണ്ടോ ഇനിയാണെങ്കിലും? ഞാൻ പൊളിറ്റിക്കലി ഒന്നും പറയാൻ പോകുന്നില്ല, ഞാനത് പറയാൻ ആരുമല്ല. അച്ഛൻ്റെ വർക്ക് അച്ഛൻ നിങ്ങൾ തന്നെ കാണുന്നുണ്ട് എന്താണ് വർക്ക് ചെയ്യുന്നതെന്ന്. അത് അച്ഛൻ തുടർന്നുകൊണ്ട് തന്നെ ഇരിക്കും. ഒരുപാട് ട്രോൾസ് വരാറുണ്ട്. അപ്പോൾ അച്ഛന് ട്രോളുമ്പോൾ നിലയിൽ നിങ്ങൾക്ക് ഭയങ്കര വിഷമം തോന്നുന്നു അച്ഛൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതിനൊക്കെ എങ്ങനെയാണ് കാണിച്ചത്? ആൾക്കാർക്ക് എന്താണെങ്കിലും പറയാനുള്ള അധികാരം ഉണ്ടല്ലോ. നമ്മൾ നേതൃത്വത്തോടെ എടുക്കണോ വേണ്ടയോ നമ്മൾ തീരുമാനിക്കാത്രേ ഉള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞാലും വിമർശനങ്ങൾ വരും. നല്ലത് ചെയ്താലും ആൾക്കാർ എന്തെങ്കിലും കുറ്റം പറയും, കണ്ടുപിടിക്കും. അപ്പോൾ അതൊക്കെ അതിൻ്റെ രീതിയിൽ അങ്ങ് പൊയ്ക്കോളും. അതിനൊന്നും നമ്മൾ വലിയ കൽപ്പിക്കാനില്ല. ഇത്രയും ഭൂരിപക്ഷം പ്രതീക്ഷ ജയിക്കുന്ന ഓൾറെഡി പ്രതീക്ഷയുണ്ട്. എന്നാലും അങ്ങോട്ട് പോവാട്ടോ. സ്ക്രീനിങ് ഇന്നിപ്പം അച്ഛൻ്റെ ദിവസമല്ല ചേട്ടൻ്റെ ദിവസമാണ്. ഇപ്പം എന്തായാലും നമ്മൾ സിനിമ കാണാനായിട്ട് അതല്ല, അച്ഛൻ്റെ വിജയത്തിൽ എങ്ങനെയുണ്ട് പറയാൻ? സന്തോഷമുണ്ട്. എങ്ങനെയുണ്ട് ഇനി തൃശ്ശൂരിന് വൻ മാറ്റങ്ങളാണ് വരാൻ പോണേ? തെളിയിക്കാനിരിക്കുന്നല്ലോ, ആൾക്ക് 5 വർഷം ഉണ്ടല്ലോ. അതെ, മീഡിയാസാണ് ഇങ്ങനെ ചെയ്ത് അദ്ദേഹത്തിന് ചെറിയൊരു താനിഷ് ചെയ്യാൻ മുമ്പിലല്ലായിരുന്നു. ആൾക്കാരെ പറ്റി നാട്ടുകാരെന്താ വിചാരിക്കുന്നതെന്ന് ആദ്യം വരുന്നത് മീഡിയക്കാരുടെ വയലൂടെ അല്ലേ. അത് സൂക്ഷിച്ചുപയോഗിക്കണം എന്നുള്ളതൊരു വളരെ വലിയ കാര്യം തന്നെയാണ് ചേട്ടൻ പറഞ്ഞത്. ഈ വിജയത്തോടുകൂടി കേരളത്തിലൊരു മാറ്റം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അത് കണ്ടറിയാനിരിക്കുന്നു. 5 വർഷം ഉണ്ടല്ലോ, കാണാം. മന്ത്രിയാവുന്നുള്ള പ്രതീക്ഷയുണ്ടോ? എനിക്ക് അതിനെപ്പറ്റി ഒന്നും അറിയത്തില്ല. അതൊക്കെ സെൻട്രൽ ഗവൺമെൻറ് തീരുമാനിക്കും. ഹാപ്പി അല്ല എല്ലാവരും? അച്ഛൻ ജയിച്ചത് സന്തോഷം. ഇത്ര ഇതിൽ ജയിക്കുമെന്ന് വിചാരിച്ചിരുന്നോ? ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, പക്ഷെ ജയിച്ചു. താങ്ക് യു.